ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കായംകുളം കായലിൽ മണിമേലിക്കടവ് ഭാഗത്ത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മണൽ ഖനനം തുടരുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തി. വലിയഴിക്കൽ മുതൽ പതിയാങ്കര വരെയുള്ള ഭാഗത്ത് നിശ്ചിത ആഴത്തിലും അകലത്തിലും ഖനനം നടത്താനാണ് അനുമതിയെങ്കിലും മണിമേലിക്കടവ് ഭാഗത്തു നിന്ന് മാത്രം അനിയന്ത്രിതമായി ഖനനം നടത്തി വൻതോതിൽ കരിമണൽ അടങ്ങുന്ന മണൽ കടത്തുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാത നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് മണിവേലിക്കടവ് ഭാഗത്ത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കായംകുളം കായലിൽ നിന്നും മണൽ ഖനനം നടത്താനുള്ള നീക്കം വീണ്ടും നാട്ടുകാർ തടഞ്ഞു. വലിയഴിക്കൽ മുതൽ പതിയാങ്കര വരെയുള്ള ഭാഗത്ത് നിശ്ചിത ആഴത്തിലും അകലത്തിലും ഖനനം നടത്തുവാനാണ് അനുമതിയെങ്കിലും മണിവേലിക്കടവ് ഭാഗത്ത് മാത്രം വൻതോതിൽ ഖനനം നടത്തുകയാണെന്നും ഖനനം നടത്തി ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുകയാണെന്നും നാട്ടുകാർ പറയുന്നു. കായംകുളത്തിനടുത്ത് മുട്ടേൽ പാലത്തിനടുത്തുള്ള പ്രദേശത്ത് മണ്ണ് നിക്ഷേപിക്കുകയാണെന്നും നാട്ടുകാരുടെ ആരോപണങ്ങളിലുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇവിടെ പണിയുമ്പോൾ ഞങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ മണ്ണ് എവിടെ കൊണ്ടുപോകുന്നത്? ഈ മണ്ണ് മൊത്തം ഇത് ഇപ്പോഴാണ് ഇരിക്കുകയുള്ളൂ. മറ്റേ ഇന്നലെ അവിടെ 7 മീറ്റർ 7.5 മീറ്റർ താഴ്ച തുറന്ന് ഞങ്ങൾ 7.5 മീറ്റർ താഴ്ച തുറന്ന് തനിക്കരിമണ്ണ് ആ മണ്ണ് മൊത്തം ഇവർ കൊണ്ടുപോയി മൊത്തം വന്നത് കണ്ണത്തിന് ചെയ്യാനുണ്ട്. അല്ലാതെ ഈ മേപ്പാലത്തിനെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് മേപ്പാലം വേണ്ടി ഞങ്ങളുടെ മത്സ്യബന്ധനം ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഞങ്ങൾക്ക് നാട് വേണ്ടി ഞങ്ങളുടെ ഒരു തോടെ മത്സ്യബന്ധനം അല്ല വേറെ പോലെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളുടെ മത്സ്യബന്ധനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം നടക്കുന്നത്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഞങ്ങൾ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഈ നാട് വിട്ട് എവിടെ പോകും? അപ്പോൾ അതുകൊണ്ട് ഇത് നിർത്തണം. ഇനി ഇവിടെ റെഞ്ചി ഒരു അടി പോലും ഇവിടെ റെഞ്ചി ഞാനിപ്പോൾ പറയും. ഇപ്പം ഞാനൊരു ചെറുപ്പം മുതൽ ഈ കായലും കടലുമായിട്ട് ജീവിക്കുന്നവർ ഇതൊക്കെ വലിയ വിളക്ക് വരും. ആ വിളക്ക് വരുന്നതിന് പടിഞ്ഞാറോട്ട് നിന്നത് ഫിഷിംഗാർ വേണം. അവിടെ നിന്ന് ഈ തീരജീവിയിലെ വെള്ളം വലിയ ലൈനിൻ്റെ വെള്ളമൊക്കെ ഉറക്കുന്ന പോലെ ആ മണ്ണ് തുറന്നെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാം സമയം അത് സർക്കാരോട് വന്ന് ആ മണ്ണ് പണിയായിട്ട് തുറന്നു. ആ മണ്ണ് തുറക്കുന്നതിന് ഒരു വിഷയമില്ല. കാരണം പണിയാറോട്ട് ആ പാലത്തിന് ചെന്നവരും പണിയായിട്ട് തുറക്കാം. അപ്പൊ മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും അല്ല ഇത് ഞങ്ങളെ ജീവിതമില്ല. ഞങ്ങളുടെ ഈ ചർച്ച സാറിന് ഭാഗമാകണം. അല്ല ഇതിനകത്ത് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവര് ഇവിടെ സർവേ നടത്തിയെന്നാണ്. പക്ഷേ ഇറിഗേഷന്റെ അതോറിറ്റി പറയുന്ന അങ്ങനെ സർവേ നടന്നിട്ടില്ല, നടത്താനിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വൻ വിലയുള്ള കരിമണൽ അടങ്ങുന്ന മണ്ണ് വ്യാപകമായി കടത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എതിർപ്പിനെ തുടർന്ന് മണിവേലിക്കടവിന് തെക്ക് ഭാഗത്ത് 500 മീറ്റർ മാറി ഖനനം തുടരാമെന്ന് പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചകളിൽ നിർദ്ദേശം വന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അത്ര അകലെയല്ലാത്ത സ്ഥലത്ത് ഒരു റിസോർട്ട് വരുന്ന ഭാഗത്ത് ഖനനം നടത്തി മണ്ണ് ദുരുപയോഗം ചെയ്യാനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും അടക്കമാണ് ഖനനം തടയാനെത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ, മറ്റ് പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.